ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ നാദിര. അപ്പോൾ നമ്മളുടെ ഒരു അഡാർ സർപ്രൈസ് വീഡിയോയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മളുടെ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫ്ലവർ ഗാർഡനായ മിറാക്കിൾ ഗാർഡനിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 വർഷം മുമ്പ് ഇവിടെ ദുബായിൽ വന്നപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അന്ന് വ്ളോഗൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നാട്ടിൽ വന്ന ശേഷം കൊറോണ വന്നു. അതിനുശേഷം നമ്മളുടെ നാടൊക്കെ സ്തംഭിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വ്ളോഗിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. സത്യം പറയാൻ ഞാൻ വിചാരിച്ചു, എന്ത് കഷ്ടം, അന്നൊക്കെ വന്നപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നെങ്കിൽ ചാനൽ രക്ഷപ്പെട്ടു പോയേനല്ലേ. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സമയം ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും ഇപ്രാവശ്യം ദുബായിലേക്ക് വന്നിട്ട് നമ്മൾ വെറുതെ അങ്ങ് പോവല്ല. മാക്സിമം നമ്മൾ കാണാൻ പറ്റാവുന്നതും നമ്മളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളുടെ മിറാക്കിൾ ഗാർഡന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയുന്നൊരു കാര്യമാണ്, യുഎഇയിൽ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും. കാരണം ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളുടെ ചാനലിലൂടെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിതാ മിറാക്കിൾ ഗാർഡന്റെ അടുത്തെത്തി. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഉള്ളിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ. മിറാക്കിൾ ഗാർഡനിലേക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തു. 100 ദിർഹം ആണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാനിവിടെ പുറത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം അങ്ങനെ കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. ആളുകൾ വരുന്നതും പോകുന്നതൊക്കെ കുറച്ചു നേരം കണ്ടു നിന്നു. അപ്പൊ ഇനി നമുക്ക് ഗാർഡന്റെ ഉള്ളിലേക്ക് പോകണം. അപ്പൊ ഗാർഡനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 2013 ഒരു വാലന്റൈൻസ് ഡേക്കാണ് ഈ ഒരു ഗാർഡൻ ലോഞ്ച് ആയിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഉള്ളിലേക്ക് കയറാണ് ഗൈസ്. ഒരു വിശാലമായ പൂക്കളുടെ ഒരു പർദീസയാണ് ഈ മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ 2 വലിയ കുതിരകളുടെ ഒരു രൂപമാണ് കേട്ടോ. പ്ലാന്റ്സ് വെച്ചിട്ടാണ് ആ കുതിരയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരുപാട് മില്യൺ കണക്കിന് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 72,000 സ്ക്വയർ മീറ്റർ ചുറ്റളവിലാണ് ഈ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അത് മാത്രമല്ല 50 മില്യൺ ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ 250 മില്യൺ പ്ലാന്റ്സ്. നിങ്ങൾക്കറിയാമോ 250 മില്യൺ പ്ലാന്റ്സ് ഗൈസ്. ഞാൻ വിചാരിക്കുന്നു ഇത് കണ്ടിട്ട് എന്റെ കിളി പാറിപ്പോയി എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ല കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ 4-5 പോട്ട് വെച്ചിട്ട് ഞാൻ പെടുന്ന ഒരു ബുദ്ധിമുട്ടേ. കാരണം ഒരു ദിവസം വിട്ട് ഒരു ദിവസം വെള്ളം ഒഴിക്കണം, വളയിടണം, ചെടിയിൽ വരുന്ന കള പറിക്കണം. എന്നിട്ട് അത് തന്നെ വലിയൊരു സംഭവമാക്കിയിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. അതിനടുക്കാണ് 72,000 സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ ഇത്രയധികം ഫ്ലവേഴ്സ്. അത് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. കാരണം ഈ ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അല്ലേ. കാരണം 1 ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ആക്കിയിട്ടിട്ടില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടും നീറ്റായിട്ടും. കാരണം ലോകത്തിലെ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇത്രയധികം ആളുകൾ ഒരു ദിവസം ഇതിന്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ടും ഒരു പൂക്കൾക്കോ ചെടിക്കോ ഇവിടുത്തെ വൃത്തിക്കോ ഒരു കുറവും നമ്മൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇത് നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കുക. പറയുമ്പോൾ മരുഭൂമിയിലാണ് ഇത്രയധികം ഫ്ലവേഴ്സ് ഒരു വാട്ടം പോലും തട്ടാതെ ഇത്രയ്ക്കും ഓസമായിട്ട് പരിപാലിച്ചിട്ടുള്ളത്. കാരണം ഒരു ചെറിയ വാട്ടം പോലും ഇല്ല. ഇപ്പൊ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മനോഹരമായൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. തണുത്ത ക്ലൈമറ്റ് ആണ്. ഇപ്പൊ ഈ ആഴ്ച
ദുബായിൽ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. എന്നിട്ട് പോലും ആ ഫ്ലവേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ലാതെ അവർ അത്രയ്ക്കും ഭയങ്കരമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഗേറ്റ് കടന്ന് വലതുവശത്തെ കാഴ്ചകൾ കണ്ട് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തതിനു ശേഷം ഞാൻ ഇടതുവശത്തേക്ക് വന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഇവിടെ കാണുന്നത്. അതായത് ഡാൻസിങ് ഗേൾസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു 6ഓളം പ്രതിമകൾ ഇവിടെ ഉണ്ട്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഡ്രസ്സ് കാണാൻ ഭയങ്കര രസമാണ്. ഈ ചെടി പൂക്കൾ കൊണ്ടുള്ള ഒരു ഡ്രസ്സാണ്. അതൊരു ഭയങ്കര രസമായിട്ട് അതിങ്ങനെ ഓരോ പ്രതിമയും ഓരോ പോസ് കൊടുത്തിട്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ ദേ നമ്മളുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതം കയ്യും കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ താഴെ ഒരു സ്റ്റേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ സ്റ്റേജിൽ ഈവനിങ് ഷോ ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇനി ചിലപ്പോൾ മേ ബി രാത്രി പരിപാടി ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് പ്രോഗ്രാമൊന്നുമില്ല. ആളുകൾ ഇങ്ങനെ അവിടെ ആ സ്റ്റേജിലേക്ക് അഭിമുഖമായിട്ട് ആളുകൾ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരുന്ന് ഈ സ്റ്റേജിലേക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന പോലെ മുൻവശത്ത് സ്റ്റെപ്പായിട്ട് ഒരു ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ആളുകൾ ഈ സ്റ്റേജ് പെർഫോമൻസ് കാണാറുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ അലാവുദ്ദീൻ്റെ ഒരു പ്രതിമ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ. അത് ആ ബ്ലൂ കളറിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ ഏരിയയിലും ഓരോ മോഡൽ അവരിത് സംവിധാനിച്ചിട്ടുള്ളത്. ഈ ഒരു വശത്ത് കപ്പ് കാര്യങ്ങൾ അങ്ങനെ ഓരോരോ തീംസ് പോലെയാണ് കേട്ടോ. പക്ഷെ ഫ്ലവേഴ്സൊക്കെ ഒട്ടുമിക്ക ഫ്ലവേഴ്സും സെയിം ആണ്. പക്ഷെ നമുക്കത് അതിൻ്റെ ഒരു മടുപ്പ് തോന്നില്ല. കാരണം ആ ഫ്ലവേഴ്സ് തന്നെ ഒരേ ഫ്ലവേഴ്സ് കൊണ്ട് തന്നെ പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൂര്യകാന്തി പൂക്കൾ ഉണ്ട് ഇടയിൽ. സൂര്യനെ ഒന്നും നോക്കിയിട്ടൊന്നല്ല. സാധാരണ നമ്മൾ സൂര്യകാന്തി പൂക്കൾ സൂര്യനെ നോക്കിയിരിക്കാന്ന് പറയും. പക്ഷെ ഇവിടുത്തെ സൂര്യകാന്തി പൂക്കൾ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പൂക്കളൊക്കെ കുറച്ച് കുരുത്തക്കേട് പിടിച്ച പൂക്കളാന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാനൊരു വില്ലനെ കണ്ടുമുട്ടിയത്. വേറെ ആരല്ല, നമ്മുടെ കർമൂസ തൈ ഒരെണ്ണം ആ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്ര വില പിടിച്ച ചെടികൾക്കിടയിൽ ഒരു കർമൂസ ഞാനാണ് രാജാവെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ സൂര്യകാന്തി പൂക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ടൊക്കെ പോകുമ്പോൾ കാണുന്നത് വലിയ പൂക്കളാണ്. പക്ഷെ ഇത് കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി. 6 മണി 6:30 ആയിട്ടോ. ഞാനൊരു 5 മണിയായപ്പോഴാണ് നമ്മൾ മിറാക്കിൾ ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ചുറ്റി നടന്നിട്ടും കണ്ടിട്ടും മതിയാവുന്നൊന്നുമില്ല. പക്ഷെ ഇരുട്ട് വീണു തുടങ്ങി. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോവാൻ ഇറങ്ങാണ്. അപ്പം സൈഡിലൊക്കെ തിരിച്ചു പോകുന്ന വഴിയിൽ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഉള്ളിൽ നിന്നൊന്നും കഴിക്കാൻ പോകുന്നില്ല. നമ്മളെ സിസ്റ്ററൊക്കെ കൂടെ ഉണ്ട്. അപ്പൊ നേരെ ഇന്ന് നമ്മള് വേറെ കുറച്ച് സ്ഥലങ്ങളിലൂടെ പോയി കാണണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്താ പറയാ, എന്നത്തേക്കാളും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു പ്രസൻസും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. സോ ആളുകള് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് മലയാളികളാണ് കേട്ടോ. കൂടുതൽ വിദേശികളെക്കാളും കൂടുതൽ മലയാളികളാണ്. എവിടെ നോക്കിയാലും എടാ അത് ഇങ്ങോട്ട് വാ എന്നൊക്കെയുള്ള മലയാള വാക്കുകളാണ് കേൾക്കുന്നത്. ഏതായാലും ഇന്നത്തെ കാഴ്ചകൾ കണ്ടിട്ടും മതി തീരാതെ ഞാൻ തിരിച്ചു പോവാണ്. കാരണം നമുക്ക് സമയമല്ല. 15 ഡേയ്സാണ് ഞാൻ ഇവിടെ നിൽക്കാൻ വിചാരിക്കുന്നത്. അതിനിടയിൽ മാക്സിമം കാഴ്ചകൾ കണ്ടു തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവാണ് കേട്ടോ. സോ ഗൈസ്, ദുബായിൽ വന്നിട്ട് നമ്മളുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്.
അപ്പോൾ ബാക്കി വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട്, എല്ലാവരും കണ്ട സ്ഥലമായിരിക്കും എന്നാലും ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും